ഡോക്ടർ പ്രസാദ് നാനിയ കൊള്ളാം. രേണുവിന്റെ ഫ്രണ്ട്സിന്റെ കമന്റ്സ് എനിക്ക് ഇഷ്ടമായി. അത് ഞാനും ഡോക്ടറുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവർക്കുള്ള അസൂയ. അത് ശരി. തന്നോട് യോഗ ക്ലാസ്സിൽ പോകാൻ പറഞ്ഞേ പരദൂഷണം പറഞ്ഞിരിക്കാനല്ല, ഈ സൗന്ദര്യം ഇതുപോലെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിന് എക്സസൈസ് വളരെ നല്ല. ഡോക്ടർ, ഈ ഷർട്ട് എവിടുന്ന് വാങ്ങിയതാ? എന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഡോക്ടർക്ക് നല്ല ചേർച്ചയാ. എന്റെ അപ്പേട്ടനും ഈ കളർ നന്നായി ചേരും. എവിടുന്ന വാങ്ങിയെന്ന് എനിക്കറിയില്ല. തന്നെ പോലെ ഭർത്താവിനോട് സ്നേഹമുള്ള എന്റെ ഭാര്യ എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് തന്നാ. കൊള്ളാല്ലേ? എടോ രേണു. ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെയെന്നോ? ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരൻ ഒരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ്, ബാംഗ്ലൂർ അങ്ങനെ പോകുന്നു. പൈലറ്റാ, ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റ് ആണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച എന്റെ അപ്പോട്ടിന് നിന്റെ സാമുവലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലെ യാത്ര. മിക്കവാറും എയർബസിലായിരിക്കും. രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജിൽ വെച്ച് പറയാറുള്ളത് പോലെ? അതെ, അതിനേക്കാൾ അപ്പുറത്ത്. നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാന്റ് ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ, പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്? ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ. ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മലയാളി. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരോ? എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂട്ടിക്കോ. 250, 250. 250, 250 തന്നെ. കണക്കൊന്നും തന്നെ പഠിപ്പിക്കല്ലേ. 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാന്ന് മലയാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്ത് ചെയ്യും? അവനെ ഞാൻ ലേലത്തിന് പറഞ്ഞോണ്ടിരിക്കുക. കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 30,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. ആദ്യം നമ്മുടെ ലെവലില്ലേ,
എവൻ കോട്ടപ്പടി കുട്ടപ്പൻ ആ. അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. എ, അ, കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ നീ അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. മിടുക്കൻ. നിനക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 35,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ. മുതലാളി ഞാനല്ല ചതിച്ചത്. എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. പോ പോ പോ. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമണിയല്ല, പോടാ. കണ്ണമാലി അല്ലേ? ഓ എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. ബാഗെടു. അപ്പോട്ടിന് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഏയ് ഓ ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. എന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നേ. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരി. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. അപ്പോട്ടാ കുളിക്കാൻ ഐസിട്ട വെള്ളം എടുത്ത് വെക്കട്ടെ? ഐസിട്ട വെള്ളം. ഐസിട്ട് വെള്ളത്തിൽ നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് കൊടുത്ത് വേടി. ഐസ് വെള്ളം 25,000 10 35,000 40 17 കണക്ക് ചെയ്തില്ലേ? 60,000 അപ്പോട്ടാ അപ്പോട്ടിന്റെ ബർത്ത്ഡേ എന്നാ? 18 12 95. 18 12 95 എന്തോന്നാ 18 12 95 കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും. വീട്ടിൽ വന്നാലും അപ്പോട്ടിന് കാശിന്റെ ഇരുമ്പിന്റെയും കണക്ക് മാത്രമേ പറയാനുള്ളൂ. വേണ്ട, ഞാൻ ഇപ്പൊ ഇറങ്ങിയ രംഗീല സിനിമയുടെ കഥ പറഞ്ഞു തരാം. എന്തേ? അതെ, നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യ, അത് മറക്കണ്ട. എടി, ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ. അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാര്യങ്ങളെ കുറിച്ചേ പറയാനുണ്ടാവൂ. നീ പണങ്ങണ്ട. കച്ചവട ചിന്തകൾ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരിയുടെ വീട്ടുകാര്യങ്ങൾ പറ, കേക്കട്ടെ. പറയടോ. അപ്പോട്ടാ ഇതെന്താന്നറിയോ? നമ്മുടെ കുചേലന്റെ കയ്യിലെ പണ്ടൊരു പൊതി ഉണ്ടായിരുന്നില്ലേ? അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി. എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ. സാധാരണ കാഴ്ചയല്ലേ ഉള്ളൂ രേണു. ഓ, എപ്പോഴും ഒരു തമാശയാ. ഈ പാന്റും ഷർട്ടും ആർക്ക് വേണ്ടി വാങ്ങിയതാന്നറിയോ? ഇല്ല, അറിയില്ല. ആർക്കാ? അപ്പോട്ടിന്. അല്ലാതെ ആർക്കാ? അപ്പോട്ടനല്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം. എന്റെ രേണു, നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ, ഈ ഷർട്ടും മുണ്ടും. അത് മതി എനിക്ക്. അത് പോരാ, ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം. ഓഹോ, അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ ഇന്ത്യയില്? എന്റെ രേണു, ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വയ്ക്ക്. ഈ അപ്പുക്കുട്ടന് ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാനിത് ഇട്ടോളാം. കൊണ്ടുപോയി വയ്ക്ക്. എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? മോങ്ങിക്കോ മോങ്ങിക്കോ. ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം 1-ാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ആ ദരിദ്രവാസിയല്ലേ?